നമുക്ക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ എന്താണ് രണ്ട് തരത്തിൽ നമുക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റും. ഒന്ന് ശ്രേണിയായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് സമാന്തരമായിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് എന്ന് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞ് വേറൊരെണ്ണം ഇങ്ങനെ ഒരേ നിര പോലെ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് അതിന് പാരലായിട്ട് വേറൊരെണ്ണം, അതിന് പാരലായിട്ട് വേറൊരെണ്ണം, അതിന് പാരലായിട്ട് ഒരെണ്ണം കണക്ട് ചെയ്യാം. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉപകരണങ്ങളെ സീരീസ് ആയിട്ട്, റെസിസ്റ്റൻസ് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഉപകരണങ്ങളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാത്തിലേക്കും എത്തുന്ന കറണ്ട് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിലേക്ക് കറണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ബാക്കി എല്ലാത്തിനെയും ബാധിക്കും. ഇനി സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോഴോ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ ഈക്വൽ ആയിട്ട് വരുന്നത്. കറണ്ട് ഡിഫറൻ്റ് ആവുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഓരോ ഉപകരണവും എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ഒന്നിലേക്ക് വൈദ്യുതി നിലച്ചാലും എന്താണ് മറ്റേതിലേക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. വൺ വേർഡൊക്കെ ആയിട്ട് അങ്ങനെ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത് കണക്കുകൾ ചോദിക്കൂട്ടാ. കണക്ക് ചോദിക്കാനായിട്ട് ശ്രേണിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റെസിസ്റ്റൻസുകളെ ക്രമീകരിക്കുമ്പോൾ RS ക്യാപിറ്റൽ RSS എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രേണിയായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുക. ഈസ് ഈക്വൽ ടു R1 + R2 + R3. അതായത് എത്ര റെസിസ്റ്റൻസുകൾ ഉണ്ടോ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എത്ര റെസിസ്റ്റൻസുകൾ ഉണ്ടോ ആ റെസിസ്റ്റൻസുകളെല്ലാം കൂടെ കൂട്ടിയതാണ് ആ ഒരു സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ RP അതായത് പാരലൽ ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 + 1/R3 അങ്ങനെ എക്സിട്ര. എത്ര ഉണ്ടോ അതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് കൂട്ടിയതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കണക്ക് വരാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയും 5 പ്രതിരോധമുള്ള 6 പ്രതിരോധമുള്ള, അത് 6 ഓം പ്രതിരോധമുള്ള 5 ഓം പ്രതിരോധമുള്ള, അതുപോലെ 7 ഓം പ്രതിരോധമുള്ള എന്താണ് റെസിസ്റ്റൻസുകളെ സമാന്തരമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്നാൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്നൊക്കെ പറഞ്ഞ് കണക്ക് ചോദിക്കാവുന്നതാണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, പിന്നെന്താണ് കറണ്ട് തമ്മിലുള്ള ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് യൂണിറ്റ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ട്, V = IR. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നില്ലാണ്ട് ഇപ്പോൾ കറണ്ട് ചോദിക്കാം, പൊട്ടൻഷ്യലും റെസിസ്റ്റൻസും തന്നിട്ട്, അപ്പോൾ അങ്ങനെ മാറിയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷനും കൂടെ ഓർത്തിരിക്കാം, V = IR. ഇനി പവർ എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തിൻ്റെ ഉപയോഗത്തിൻ്റെയോ രൂപമാറ്റത്തിൻ്റെയോ നിരക്കാണ് പവർ. അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് രൂപം മാറുക, വേറെ ഏതെങ്കിലും ഫോമുകളിലേക്ക് ലൈറ്റായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഹീറ്റായിട്ടോ ഒക്കെ മാറുക, അതിൻ്റെ നിരക്കിനെയാണ് എന്ത് പറയുക, പവർ എന്ന് പറയുക. പവർ കാണാനുള്ളത് പ്രവൃത്തി വർക്ക് ബൈ ടൈം ആണ്. VI എന്നാണ് ഇവിടെ വരെ. ഇവിടുത്തെ വർക്ക് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ പവർ = പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പിന്നെ I കറണ്ട്. യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടിലാണ്. ഒരു HP അല്ലെങ്കിൽ എന്താണ് ഹോഴ്സ് പവർ കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. ഇനി കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്, 1 കിലോ വാട്ട് × അവറാണ്. 1 കിലോ വാട്ട് × അവറാണ്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ടാണ്. അപ്പോൾ 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 3.6 × 10⁻6 ജൂളാണ്. ഈ കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിറ്റ്. നമ്മൾ വീടുകളിലൊക്കെ കറണ്ട് എടുക്കുമ്പോൾ പറയില്ലേ ഇത്ര യൂണിറ്റ് ഉപയോഗിച്ചെന്ന് പറയില്ലേ, ആ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 കിലോ വാട്ട് അവറാണ്. അതായത് 1 അവറിൽ എത്ര കിലോ വാട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. ഇനി താപീയ പ്രഭാവം വേറൊന്ന് നോക്കാനുള്ളതാണ്. താപീയ പ്രഭാവം എന്ന് പറയുന്നത് വൈദ്യുതി ഒരു ഫിലമെൻറ്റിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു ഹീറ്ററിൻ്റെ കോയിലിൽ കൂടിയോ കടന്നു പോകുമ്പോൾ എന്താണ്, അത് ചുട്ടുപഴുക്കുന്നു. ഈ ഒരു പ്രതിഭാസമാണെങ്കിൽ ഈ ഒരു കാര്യമാണ് എന്ത്, താപീയ പ്രഭാവം അല്ലെങ്കിൽ
ജൂൾസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഫിലമെൻറ്റിൽ കൂടെ, ബൾബിൻ്റെയൊക്കെ ഫിലമെൻറ്റിൽ കൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ ഹീറ്ററിൻ്റെ കോയിലിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ ചുട്ടു പഴുക്കുന്നു. അതിനെയാണ് താപീയ പ്രഭാവം എന്ന് പറയുക. അല്ലെങ്കിൽ എന്താണ് വേറെ പേര്? ജൂൾസ് ഹീറ്റിംഗ് എന്ന് പറയുക. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കലോറിയാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.18 ജൂളാണ്. താപീയ പ്രഭാവത്തിൻ്റെ യൂണിറ്റ് കലോറിയാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.18 ജൂളാണ്. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, H = I²RT. H എന്ന് പറയുന്നത് ഹീറ്റാണ്, ഉണ്ടാവുന്ന എത്ര ഹീറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. I കറൻ്റാണ്, R റെസിസ്റ്റൻസ് ആണ്, T എന്ന് പറയുന്നത് ടൈമാണ്. ഇനി താപീയ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അതായത് താപീയ പ്രഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് അയൺ ബോക്സ്, കെറ്റിൽ, ഹീറ്റർ, അതുപോലെ ഓവൻ, ടോസ്റ്റർ ഒക്കെ എന്താണ് ഈ താപീയ പ്രഭാവം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ 2-3 കണക്കുകളും കൂടിയിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കണക്കുകളാണ് വരിക. ആ ഇക്വേഷൻസ്, 2 ഇക്വേഷനാണ് മെയിനായിട്ട് പറഞ്ഞത്. ആ ഇക്വേഷൻസ് പഠിക്കുക, ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കുക, സീരീസ് ആയിട്ടും പാരലായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. ഇതാണ് നമുക്ക് മെയിനായിട്ടുള്ള 2 ഇക്വേഷൻസ്. V = IR. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I എന്ന് പറയുന്നത് കറണ്ട്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട്, Iൻ്റെ ആംബയർ, റെസിസ്റ്റൻസിൻ്റെ ഓം. ഓമിനെ ഇങ്ങനെയാണ് എഴുതുക, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. ഇനി H = I²RT. H ഹീറ്റിൻ്റെ കലോറി, I² ആംബയർ കറൻ്റാണ്, ആറിൻ്റെ ഓം ടൈമിൻ്റെ സെക്കൻഡ്. ഇതൊക്കെ കൂട്ടി നമ്മളെന്താ പറയുക? ജൂൾ എന്ന് പറയാം. ഒരു കലോറി = 4.18 ജൂള്. ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള 2 ഇക്വേഷൻസ്. ഇതാണ് ശ്രേണി സംയോജനം. ഇപ്പോൾ 3 റെസിസ്റ്റൻസുകൾ സീരീസായിട്ട് ശ്രേണിയായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് RSS എന്ന് പറയുന്നത് സീരീസായിട്ട് അല്ലെങ്കിൽ ശ്രേണിയായിട്ട് കണക്ട് ചെയ്തു എന്നാണ്. R1 + R2 + R3. ഇതാണ് R1, ഇത് R2, ഇത് R3 എല്ലാം കൂടെ കൂട്ടുന്നതാണ്. ഇനി ഇതിൽ തന്നെ എന്താ ചെയ്യുക? V = IR ചെയ്യാം. അപ്പോൾ നമുക്ക് കണക്കിന് എന്താണ് ഇപ്പോൾ ഈ ഏതൊക്കെ എത്ര കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഈ 2ഉം കൂടെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ശ്രേണിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് എങ്ങനെയാണ്? R1 + R2 + R3 എന്നായിരിക്കും. ഇനി സമാന്തര സംയോജനം കണ്ട, പാരലലായിട്ടാണ് 3 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കറൻറ്റ് ഓരോന്നിലും വ്യത്യാസമായിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം ആയിട്ട് വരിക. ഇങ്ങനെ വരുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/RP. P എന്ന് പറയുന്നത് പാരലലാണ്, അല്ലെങ്കിൽ എന്താണ് സമാന്തരമായിട്ട് ഘടിപ്പിച്ചു എന്നാണ് അർത്ഥം. RP = 1/R1 + 1/R2 + 1/R3. ഒക്കെ ഇങ്ങനെയാണ് ചോദിക്കുക. 5 ഓം, 3 ഓം, 2 ഓം ശ്രേണിയിൽ ഘടിപ്പിച്ചിട്ടുള്ള റെസിസ്റ്റേഴ്സ്, അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ശ്രേണിയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് RS = R1 + R2 + R3 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 ഓം കിട്ടും. V = IR എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. V തന്നിട്ടുണ്ട്, R കിട്ടിയിട്ടുണ്ട്. I എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് V/R എന്ന് കണ്ടുപിടിക്കുക ചെയ്യുമ്പോൾ നമുക്ക് 0.5 ആംപിയർ കിട്ടും. ഇതേ കണക്ക് തന്നെ എന്താണ് ഈ ശ്രേണി എന്നുള്ളത് സമാന്തരം എന്ന് പറഞ്ഞിട്ടാണെങ്കിലോ, അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 1/RP എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R3 ചെയ്യുമ്പോൾ 1.03 ഓം കിട്ടും. ഇക്വേഷനിൽ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ 4.85 ആംപിയർ കിട്ടും. ഇങ്ങനത്തെ കണക്കാണ് നമുക്ക് ചോദിക്കാൻ വരുന്നത്. ഇതും കൂടെ പഠിക്കാം.